ഹലോ 11th സ്റ്റാൻഡേർഡിലെ മക്കളെ, നമ്മുടെ ചാപ്റ്ററുകളിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയുന്ന ചാപ്റ്ററാണ്, ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായിരുന്നു എന്ന് പറയുന്നത് MOA എന്ന് പറയുന്നത്. ആരാണ് ഈ MOA അല്ലേ? മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആയിട്ടുള്ള MOA എന്താണെന്നും MOAൻ്റെ കണ്ടൻസ് എന്താണെന്നുള്ളൊരു ചോദ്യം പലപ്പോഴായിട്ടും അല്ലെങ്കിൽ മിക്കവാറും ചോദ്യ പേപ്പറുകളിൽ എന്താറുണ്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നൈസായിട്ട് വളരെ സിമ്പിളായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാലോ, ഒരു ന്യൂമോണിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഈസി ട്രിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് അതിൽ എന്തൊക്കെയുണ്ട്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ദ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, പവേഴ്സ് ഓഫ് ദ കമ്പനി ആൻഡ് ദ കമ്പനീസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്, പുറത്തുള്ള ആൾക്കാരുമായിട്ട് കമ്പനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് MOA എന്ന് പറയുന്നത്. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണിത്. ഇതിൽ കമ്പനിയുടെ ലക്ഷ്യങ്ങളും അധികാരങ്ങളും ഒക്കെ നിർവഹിച്ചിരിക്കുന്നു, കമ്പനി പുറത്തുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ എന്താണ് MOA എന്നതിന് അപ്പുറത്തേക്ക് ഒരു ചോദ്യം വരുന്നത്, കണ്ടൻസ് ഓഫ് MOA എന്താണ്? ഈ പറയുന്ന ഈ ഡോക്യുമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം, ഈ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സിമ്പിളായിട്ട് നമുക്കറിയാം. നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്ട് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ് എന്നുള്ള എത്ര ക്ലോസ്? 6 ക്ലോസുകളാണ് പഠിച്ചു വെക്കേണ്ടത്. ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു സാധനം പഠിച്ചു വെക്കാൻ വേണ്ടി സിമ്പിളായിട്ട് പറയാണ്, നോ റിയൽ ഓഫീസേഴ്സ് ലൈക്സ് കോൾഡ് ആപ്പിൾസ് എന്നുള്ളൊരു സെൻറ്റൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ എന്താണ് പറയുന്നത്? നോ റിയൽ ഓഫീസേഴ്സ് ലൈക്സ് കോൾഡ് ആപ്പിൾ. എന്താണ്? ഓഫീസേഴ്സിനും തണുത്ത ആപ്പിൾ ഇഷ്ടമല്ല എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? നോ എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? N എടുത്തു. NROLCA എന്നാണ്. N എന്താണ് പറയുന്നത്? നെയിം ക്ലോസ് ആണ്. കമ്പനിയുടെ പേര് എന്തെയ്ക്കണം? കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതെന്താവാൻ പാടില്ല, മറ്റു കമ്പനികളുടെ പേരുമായി ബന്ധമുണ്ടാവാൻ പാടില്ല, നാഷണൽ ഹീറോസിൻ്റെ പേരാവാൻ പാടില്ല എന്നുള്ളതാണ് നെയിം ക്ലോസ്. രണ്ടാമതാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. കമ്പനിയുടെ പെർമനൻറ്റ് അഡ്രസ്സ്, കമ്പനി എവിടെയാണുള്ളത് അതിൻ്റെ അഡ്രസ്സ് കൃത്യമായിരിക്കണം. ഒബ്ജക്ട്സ് ക്ലോസിൽ പറയുന്നത് കമ്പനിയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിൽ MOAൻ്റെ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഒബ്ജക്ട്സ് എന്തൊക്കെയാണ് എന്ന് പറയേണ്ടതുണ്ട്. ലയബിലിറ്റി ക്ലോസ്, എന്തൊക്കെ ലയബിലിറ്റീസ് ആണ് കമ്പനിക്കുള്ളത്, എങ്ങനെയൊക്കെയാണ് ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയേണ്ടതുണ്ട്. ക്യാപിറ്റൽ ക്ലോസിൽ പറയുന്നത് ഓരോരുത്തരും എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, നമ്മൾ എത്ര ഡെപ്റ്റ് ഉണ്ട്, എത്ര ഇക്വിറ്റി ഉണ്ട് എന്നൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ കമ്പനി എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കണം. അതേപോലെ എത്രയാണ് നമ്മൾ ക്യാപിറ്റലായിട്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര കോടി രൂപയാണ് എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡയറക്ടേഴ്സിൻ്റെ അടുത്തുള്ള സമ്മതവും നമുക്ക് ആവശ്യമാണ്. ഇത്രയും കണ്ടൻസ് ആണ് നമുക്ക്, ഈ ഒരു 6 കണ്ടൻസ് ആണ് നമുക്ക് MOAയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമാണ് എന്ന് പറയുന്നത് ഈ ഒരു സെൻറ്റൻസ്, നോ റിയൽ ഓഫീസേഴ്സ് ലൈക്സ് കോൾഡ് ആപ്പിൾ എന്നുള്ള ഒരൊറ്റ സെൻറ്റൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഓരോ സ്പെല്ലിങ്ങും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കിട്ടും. നോ എന്ന് പറയുന്ന സമയത്ത് നെയിം ക്ലോസ് ആണെന്നുള്ളത്, ഇന്ന് റിയൽ എന്ന് പറയുന്ന 6 രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആണെന്നുള്ളത്, ലൈക്സ് എന്ന് പറയുന്നത് ലയബിലിറ്റി ക്ലോസ് ആണെന്നുള്ളത്, കോൾഡ് ആപ്പിളിന് C ക്യാപിറ്റൽ ആണെന്നുള്ളത്, അതേപോലെ തന്നെ ആപ്പിൾസ് ഉള്ളത് അസോസിയേഷൻ ക്ലോസ് ആണെന്നുള്ളത്. ഞാൻ ഏതോന്ന് വിട്ടല്ലോ, CAO അല്ലേ, എന്താണ് ഒബ്ജക്ട് ക്ലോസ് എന്നുള്ളതിലെ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ MOAൻ്റെ കണ്ടൻസ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻസ് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ സിമ്പിളായിട്ട് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിനെ സിംപ്ലിഫൈ ചെയ്യുന്ന കോഴ്സാണ് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് എഡ്യൂപോർട്ട് നമുക്ക് നൽകുന്നത്. നിങ്ങൾക്കുള്ള സൂം ലൈവുകളും അതേപോലെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ജാനുവരി 31 വരെ നമ്മുടെ റിപ്പബ്ലിക് ഡേ ഓഫർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ വെറും 18,999 റുപ്പീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ ആക്സസ്, ടെസ്റ്റുകൾ, അതേപോലെ തന്നെ സൂം ലൈവുകൾ എല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനായിട്ടുണ്ടാവും, എല്ലാം അവൈലബിൾ ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ മക്കളെ, ബൈ, സി യു.